മനുഷ്യസ്ഥാപിതമായ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും തിരുസഭയെ വ്യത്യസ്തമാക്കുന്ന ചില വസ്തുതകളുണ്ട്. ദൈവികമായ അതിൻ്റെ സ്ഥാപനവും നടത്തിപ്പുമാണ് പ്രധാനം. ഓരോ കാലഘട്ടങ്ങളിലും തൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് സഭയെ നയിക്കുവാനും വളർത്തുവാനും ദൈവം ചിലരെ നിയോഗിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പേറിയ സാന്നിധ്യശക്തിയാൽ അവരോരോരുത്തരും തങ്ങളുടെ ദൗത്യത്തിൽ വിശ്വസ്തയോടെ മുന്നേറുകയും കാലത്തിനനുസൃതമായി ദൈവജനത്തിന് വഴി തെളിക്കുകയും ചെയ്യുന്നു. അവർക്കുമേലുള്ള ദൈവവിളിയും അതിനോടുള്ള അവരുടെ വിശ്വസ്തതയും എല്ലാ മാനുഷിക സംവിധാനങ്ങൾക്കും അതീതമായി ഈ ദൈവിക സമൂഹത്തെ എക്കാലവും മുന്നോട്ട് നയിക്കുന്നു. മാനുഷികമായ വിലയിരുത്തലുകൾക്കും ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കുമപ്പുറം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തെ ഉറപ്പേറിയ വഴികളിലൂടെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച ഒരഭിഷിക്തൻ. അനുഗ്രഹീതമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും രൂപം കൊണ്ട് ദൈവരാജ്യത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന ദിശാബോധമുള്ള ശുശ്രൂഷകൻ. ദീർഘകാലം കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വികാരി ജനറലായും മൈനർ സെമിനാരി റെക്ടറായും ഒരു വലിയ സമൂഹത്തിനു മുഴുവൻ വഴികാട്ടിയായും പ്രശോഭിച്ച വിശ്വസ്തനായ പുരോഹിതൻ. കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജോർജ് ആലിങ്കൽ അച്ഛൻ തൻ്റെ തിരിച്ചറിവുകളും പ്രവർത്തന ശൈലികളും കൊണ്ട് വ്യത്യസ്തനാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറെ പ്രധാന മേഖലകളിൽ ദൈവജനത്തെ വളർത്തിയെടുക്കുകയും 9 വർഷത്തോളം രൂപതയുടെ വികാരി ജനറൽ ആയിരിക്കുകയും ചെയ്ത അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്വന്തം ജനത്തിനായി ചെയ്ത ശുശ്രൂഷകൾ അവിസ്മരണീയവും മാതൃകാപരവുമാണ്. നന്മകളാലും നിസ്വാർത്ഥ സ്നേഹത്താലും സമ്പുഷ്ടമായ ദൈവമേറെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഉറപ്പേറിയ ദൈവവിളികൾ രൂപം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട ജോർജ് ആലിങ്കലച്ചൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ ജീവിത മാതൃകയും പ്രാർത്ഥനയുടെ നിമന്ത്രണങ്ങളും സമ്പന്നമാക്കിയ ഒരു ബാല്യകാലമാണ്. എൻ്റെ ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ഒന്നിച്ചാണ് ഓർമ്മയിൽ വരിക. കാരണം ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ എന്നെ നെറ്റിയെ കുരിശ് വരപ്പിച്ച അമ്മച്ചിയും വല്യമ്മച്ചിയും അവരെപ്പറ്റി ഓർക്കുന്നു. ശുദ്ധവാന സ്ലിവായുടെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനോടും പാവായിക്കും പുത്രനും റൂഹാദ കുരിശായിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് എന്നെ പഠിപ്പിച്ച ആദ്യമേ. അപ്പോൾ അത് മലയാളീകരിച്ചു, അത് സുറിയാനിയുടെ മയമില്ലാതെ മലയാളീകരിച്ചു. അപ്പോൾ അതിനുശേഷം ഓർമ്മ വെച്ച കാലങ്ങളിൽ ആദ്യമായിട്ട് എൻ്റെ അമ്മ പറയും, കണ്ണടച്ച് പിടിച്ചുകൊണ്ട് എണീക്കണം, കണ്ണടച്ച് പിടിച്ച് ഈശോ മറിയം യൗസേപ്പേ നിങ്ങളുടെ സങ്കേതത്തിൻ്റെ കണ്ണുകളെ ഞാൻ തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറക്കാവുള്ളെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയണേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഇന്നുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണം. അതിനുശേഷം കർത്താവിന് മാലാക ചൊല്ലിയിട്ട് പോകണം, അല്ലെ പെസഹക്കാലമാണെന്ന രീതിയിൽ പരലോകരാജശ്രീ എന്ന ജപം ചൊല്ലിയിട്ടേ പോകാവുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓർമ്മ വെച്ച് 3-4 വയസ്സുള്ളപ്പോൾ ഈ പള്ളികളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആദ്യം കൊണ്ട് എന്നെ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് സുറിയാനിയിലുള്ള ആരാധനക്രമം മുഴുവനും, സുറിയാനി പാട്ടു കുർബാന, സുറിയാനി റാസ, സുറിയാനിലുള്ള കുർബാനകൾ, അതുപോലെ തന്നെ ഈ ദീപികാരുണ്യ പ്രദർശനം, ദീപികാരുണ്യ വാഴ്വ്, ഇതൊക്കെ കാണുമ്പോൾ അരളിക്കായുടെ മനോഹാരിത എന്നെ കൂടുതലാകും. അതിനകത്ത് ഈശോ ഉണ്ട്. അപ്പോൾ ഈശോയെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. ഇത്രയും മനോഹരം അരളിക്കായ കൈകൊണ്ട് നടാൻ എനിക്ക് യോഗ്യത ഉണ്ടാക്കണം, എനിക്കിത് ആഗ്രഹമാണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വെറുതെ.
ബഹുമാനപ്പെട്ട ജോർജ് ആലിങ്കലച്ചൻ്റെ ജീവിത വീഥികളിലൂടെയുള്ള സഞ്ചാരം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായുണ്ട്. കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായി മാറുന്ന ഒരഭിഷിക്തൻ തൻ്റെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് അവിടെ വ്യക്തമാണ്. തികച്ചും അനുഗ്രഹീതവും മാതൃകാപരവുമായ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വിശ്വസ്തനായ ഈ ശുശ്രൂഷകനെ ഒരുക്കിയെടുക്കുവാൻ ദൈവം നിയോഗിച്ചവരിൽ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും മാത്രമല്ല, ഒരു അപൂർവ സൗഭാഗ്യമായി അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചൻ്റെ പിതാവും ഉൾപ്പെടുന്നു. ആ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും ആ വലിയ പിതാവാണ് എന്നതാണ് വാസ്തവം. 3-4 വയസ്സാകുമ്പോൾ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആലിങ്കൽ ഉലഹന്നൻ അദ്ദേഹം ഏകദേശം നാട്ടുകാർ വിളിക്കും അപ്പൂപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 98 വയസ്സ് ഉള്ളപ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 5 വയസ്സ് ആകുമ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് വൈകിട്ടത്തെ പ്രാർത്ഥനകളെല്ലാം മുട്ട എന്ന് ചെല്ലണം. അപ്പോൾ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ വല്യമ്മയ്ക്ക് മുട്ട നിൽക്കാൻ പറ്റിയില്ല, വാദം വന്ന് തളർന്ന ഒരു വല്യമ്മച്ചിയാണ് എൻ്റെ അച്ചായന ഈ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ. അപ്പോൾ ആ അമ്മച്ചി ഒരു വശം തളർന്നതാണെന്നിരിക്കലും കൊന്ത പിടിച്ചപ്പോഴും കൊന്ത എല്ലിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഉറങ്ങി പോകുമ്പോൾ കൊന്ത താഴെ പോവും. അപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആകാവുന്നില്ല ചൂലെടുത്ത് തിണ്ണ അടിക്കുക, ആ കൊച്ചുങ്ങളെയൊക്കെ പിടിച്ച് മടി കയറ്റി വെക്കുക, ഇങ്ങനെയുള്ള ഒരു ശൈലിയാണ് എൻ്റെ വല്യമ്മച്ചിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ വല്യമ്മച്ചിയുടെ ഭക്തിയും ഈ കൊന്ത ചെലുത്തും, അതുപോലെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഈ ജപമാല ചൊലുത്തും, അതുപോലെ വൈകിട്ട് കൈയും വിരിച്ചുപെടുത്തി ജപമാല ചെല്ലുന്നു. രാവിലെ എല്ലാ ദിവസവും 5 മണിക്ക് തന്നെ അദ്ദേഹം പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുമ്പോൾ ഈ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് പള്ളിയിലോട്ട് ഓടുന്നത്. അത് തലേദിവസം വൈകിട്ട് ചെമ്പരത്തിയുടെ മുട്ടുള്ള പൂക്കളെല്ലാം പഠിച്ച് കെട്ടിവെക്കും. അതുകൊണ്ട് യാഗലമാതാവിൻ്റെ അനിക്കേട്ട് പള്ളി ഇടവക യാഗലമാതാവിൻ്റെ രൂപക്കൂട്ടെ കൊണ്ടുപോയി ഇതെല്ലാം നിരത്തി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രാർത്ഥന കൊന്ത നമസ്കാരമൊക്കെ പള്ളിയിൽ ഒച്ച ചെല്ലും. അപ്പോൾ ആ ചെല്ലുന്ന ചെലുത്തുകൾ ഈ മാതാവിൻ്റെ കൊണ്ട് വെക്കുന്നതും ഇതെല്ലാം വളരെയധികം ഭക്തി കാണി പുഷ്പങ്ങൾ കൊണ്ടുവന്ന് എന്നെ വളരെയധികം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദേവാലയത്തിൽ കൊണ്ട് കാഴ്ച വെക്കാൻ പോവുക. അപ്പോൾ ഇട ദിവസങ്ങളിൽ രാവിലെയൊന്നും എന്നെക്കൊണ്ട് ചിലപ്പോൾ ഞാൻ പോവുകയില്ല. വൈകുന്നേരം ഞാൻ മിക്കവാറും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈ 90 കഴിഞ്ഞ ഈ മനുഷ്യൻ വടിയും കുത്തി തവളയിലൊരു തോർത്ത് നീളത്തിലിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരും. അപ്പം ഞാൻ കളരി പഠിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ ആദ്യമേ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ എന്നോട് പറയും, നീ എൻ്റെ കൂടത്തിൽ പോകണം. എൻ്റെ കയ്യെ പിടിച്ചൊരു ചാക്ക് സഞ്ചിക്കകത്താണ് എൻ്റെ സ്ലേറ്റും പിന്നെ ഇതൊക്കെ ഇടുന്നത്. അപ്പം അതെല്ലാം കൈ പിടിച്ചുകൊണ്ട് എന്നോട് പറയും, നീ പള്ളിയിലോട്ട് പോരണം. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോലും പുള്ളി കയ്യെ പിടിച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് പോവും. ഞാൻ പോകുന്നത് ഈ പുള്ളിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ പുള്ളി പള്ളിക്കകത്ത് കയറി, എനിക്കായിട്ട് പള്ളിക്കകത്ത് കയറി പുള്ളിക്കൊരു വിസിറ്റുണ്ട്. അപ്പം കൈ വിരിച്ചു നിന്ന് പുള്ളി കണ്ണീരൊക്കെ ഒഴിക്കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പുള്ള കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ കയറി ചിരിച്ചപ്പോഴേ ഒരിക്കലും ചെവിയെ പിടിച്ച് പുറകെ മാറി നിൽക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള ഇതിനെപ്പറ്റി പറയും, നീ പള്ളിക്കകത്ത് നിനക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരാണെന്ന് നിനക്കറിയത്തില്ല, നിനക്കറിയാറായിക്കൊള്ളൂ. അതുകൊണ്ട് നീ ചിരിക്കുന്നത് ശരിയല്ല. പള്ളിക്കകത്ത് ഈശോയുടെ എഴുന്നള്ളി സക്രാരിക്കകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം നിന്നോടൊന്നും പറയുന്നില്ല. നീ എൻ്റെ ഒപ്പം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്നിരിയിൽ നിനക്ക് കരിപ്പെട്ടിയുടെ ഒരു കഷ്ണമോ കൽക്കണ്ടത്തിൻ്റെ ഒരു കഷ്ണമോ തരുമെന്ന് പറയും. അത് രണ്ടും പുള്ളിയുടെ മുറിയിൽ 2 ഭരണിക്കകത്ത് പുള്ളി ഞുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി ഇടയ്ക്ക് കഴിക്കും, എനിക്കും തരും. അപ്പോൾ അത് നല്ലപോലെ ചെയ്തില്ലേ പുള്ളി തരികയില്ല. അപ്പം പിന്നെ ഞാൻ പുള്ളിയുടെ കുഴപ്പം മുട്ടയിലങ്ങ് തന്നേക്കാം. അപ്പോൾ എനിക്ക് കരിപ്പെട്ടിയും കിട്ടും, കൽക്കണ്ടവും കിട്ടും. അതാണ് നമ്മുടെ ആദ്യത്തെ ആ ദേവാലയത്തിലുള്ള അട്രാക്ഷന്. അവിടെ ആ ഈശോ ആണ് ഇരിക്കുന്നത്. ഇപ്പം നീ അറിയത്തില്ല, പിന്നീട് നിനക്ക് മനസ്സിലാകും അവിടെ ആരായിരിക്കുന്നത്. ഈ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമാക്കി തീർത്തതും സവിശേഷമായ ഏറെ ബോധ്യങ്ങൾ പകർന്നു നൽകി വളർത്തിയതും അദ്ദേഹത്തിൻ്റെ വലിയ മുത്തശ്ശൻ്റെ ആത്മീയ പരിശീലനവും ജീവിത മാതൃകയുമാണ്. ശക്തമായ ആത്മീയ ബോധ്യങ്ങൾ സ്വന്തമാക്കിയിരുന്ന ആ അത്ഭുത മനുഷ്യനെ പിന്തുടർന്നാണ് ആത്മീയതയുടെ ബാലപാഠങ്ങൾ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ അഭ്യസിച്ചു പോന്നത്. ആ കാലത്ത്
സ്വന്തം ഇടവകപ്പള്ളിയായിരുന്ന ആനിക്കാട് വ്യാകുലമാതാവിൻ്റെ ദേവാലയത്തിൽ എന്നും കടന്നു ചെല്ലുമായിരുന്നത് ഉള്ളിൻ്റെയുള്ളിൽ പൗരോഹിത്യത്തോടുള്ള അടുപ്പം പല വിധത്തിലും വളർത്തിയിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. പള്ളിയുടെ കയറ്റുവാട് ഇടിച്ചിട്ട് കവറിടം 2 കവറിടങ്ങൾ കാണാം, അച്ഛന്മാരെ അടക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ആ കവറിടം പിന്നെ കയറ്റുവായുടെ പകുതി കയറ്റുവാ മൂടി കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അച്ഛന്മാരെ കവറടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അതായത് അച്ഛന്മാരെ മരിച്ച പള്ളിക്കകത്താണ് അടക്കുന്നത്. അന്നത്തെ പഴയ പള്ളി ബലിപീഠത്തിൻ്റെ താഴ്ത്തുവശത്തായിട്ട് ഇത്. അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛന്മാർ മരിച്ച് ഇങ്ങനെ അടക്കും. അത് പനശ്ശിക്കലെ പള്ളി സ്ഥാപകനായ അലക്സാന്ദ്രിയോസ് അച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനെ ബഹുമാനപ്പെട്ട തോമസ് പനശ്ശിക്കലേസിനെയാണ് അടക്കിയിരിക്കുന്നത്. അവരെ പള്ളിക്കകത്ത് അടക്കിയിരിക്കുക. അത് സാധാരണ കുഴി കുത്തി പെട്ടി വെച്ചിട്ട് അടക്കി മണ്ണിട്ട് മൂടിയിട്ട് സ്ലാവ് കല്ലേ കൊത്തിയിട്ട് അങ്ങ് പതിപ്പിച്ച് വെക്കുന്നേ ഉള്ളല്ല, ഇന്നത്തെ പോലുള്ള കല്ലറകളല്ല എന്നും പുള്ളി എടുത്ത് പറയുന്നുണ്ട്. ചുമ്മാ അങ്ങനെ വെച്ചേക്കും. അപ്പം അച്ഛന്മാരായ പള്ളിക്കകത്ത് കിടക്കാം, പുറത്ത് പോകണ്ട, മഴയും തന്നെയുണ്ട, വെയിലും കൊള്ള പുള്ളി വരാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും മരിച്ചാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഒരു അച്ഛനായിട്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ അതൊരു ചിന്ത അങ്ങനെ വന്നാൽ മരിച്ചാലിങ്ങനെ പുറത്ത് സെമിത്തേരിയിൽ പോയി കിടക്കണ്ടല്ലോ, പള്ളിക്കകത്ത് തന്നെ കിടക്കാവില്ല എന്നൊരു ചിന്ത എനിക്ക് തോന്നുകയുണ്ടായി. അത് കഴിഞ്ഞേച്ച് പിന്നെ വീട്ടിലെ വൈകിട്ടത്തെ പ്രാർത്ഥനാ വേളകളിൽ പുള്ളി എന്നെ മുട്ട നിർത്തി, പുള്ളിയുടെ അത്രയും മുട്ട നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അത് ഞാൻ നിൽക്കുകയില്ല, കുറേ കഴിയുമ്പോൾ ഞാൻ താന്നിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ വെളുപ്പിനെ പള്ളിയിൽ പോകുമ്പോഴും ദിവസങ്ങളിൽ പഠിത്തമില്ലാത്ത ദിവസങ്ങൾ എന്നെ കൂടെ പള്ളി വിടാൻ എൻ്റെ അമ്മയോട് പറയും ഒരുക്കി. അങ്ങനെ പള്ളിയിൽ പോയേച്ച് ഞാൻ ഭക്തിയായിട്ടൊക്കെ കുർബാന കണ്ടേച്ച് വരികയാണെന്നരി പുള്ളി അന്നേരവും തരും ഒരു കൽക്കണ്ടത്തിൻ്റെ കഷ്ണവും ഒരു കരിപ്പെട്ടി തെല്ലിപ്പെട്ടി ചെരിക ഭരണിയിൽ നിന്ന് എടുത്ത്, അല്ലെ നീ ഇഷ്ടം പോലെ എടുത്തോളാൻ പറയും. ചിലപ്പോൾ ഉണക്കമുന്തിരിക്കായും കാണും, അത് വേറൊരു ചെപ്പിനകത്ത് കാണും. അപ്പോൾ അതും തരും. എല്ലാം കിട്ടണമെന്നൊരു പുള്ളിക്ക് രീതി ഞാൻ പള്ളി ആവരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞു പോകും. ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടായി. പിന്നെ ഈ പുള്ള കരച്ചിലും പ്രാർത്ഥനകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇതെന്തിനാ. അന്നേരം അടുത്ത ആണ്ടിയ സമയത്ത് ഞാൻ കുഴിമാടത്തിൽ കിടക്കുക, എൻ്റെ ആത്മശാന്തിക്കായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അന്നേരം നീ ശല്യപ്പെടുത്തരുന്നത്. അപ്പോൾ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ മുൻകൂട്ടി പ്രാർത്ഥിക്കുക എന്നെപ്പോഴും ഈ പള്ളിയിൽ പോകുമ്പോൾ അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നവരെ 4 മണിക്ക് പള്ളിയിൽ പോയി. കുടുംബാംഗങ്ങളുടെ ശക്തമായ സ്വാധീനം ഒരു ചെറിയ കുഞ്ഞിൻ്റെ ഉള്ളിൽ ദൈവാഭിമുഖ്യത്തെ വളർത്തിയെടുക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ആലിങ്കൽ അച്ഛൻ്റെ ജീവിതം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശക്തമായ ആത്മീയ ബോധ്യങ്ങളും തിരിച്ചറിവുകളും മനസ്സിൽ രൂപപ്പെടുത്തുന്നതിന് കുടുംബാംഗങ്ങളുടെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയുമാണ് കാരണമായി മാറിയത്. ചെറുപ്രായം മുതൽ തന്നെ തൻ്റെ വലിയ മുത്തശ്ശൻ്റെ പ്രചോദനത്താലും ഇടവക വികാരിയുടെ ആഹ്വാനത്താലും പ്രേരിതനായി പതിവായി ദൈവവിളിക്കായി പ്രാർത്ഥിച്ചിരുന്നത് അദ്ദേഹം ഓർമ്മിക്കുന്നു. പിന്നെ ഞാൻ 4 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ ആനിക്കാട്ട് പള്ളിമുറി ചെന്നപ്പോൾ മോൺസിംഗർ പോൾ വടക്കഞ്ചേരിയുടെ ഒരു ദൈവവിളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു ചുവന്ന മഷിക്കടിച്ച ഒരു കൊച്ചു കടലാസ അതെൻ്റെ തന്ന്, ചേട്ടാ ഇത് അച്ഛനാകാൻ പറ്റിയ പ്രാർത്ഥനയാണെന്ന് വികാരിച്ചിനോടിൻ്റെ മേശപ്പുറത്തിരുന്ന് എടുത്ത് തന്നേച്ച് എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാനത് പഠിച്ച അന്ന് മുതൽ ഈ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥന ഞാൻ ചെല്ലുമായിരുന്നു. വിജ്ഞാനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും കർത്താവായ ദൈവമേ, അങ്ങയുടെ സഹായത്തിന് ദൈവവിളി കണ്ടെത്തുന്ന എന്ത് ത്യാഗം സഹിച്ചു അതിനെ ആശ്ലേഷിക്കുന്നതിന് അനുഗ്രഹിക്കുന്ന തന്നറിയണമേ. എൻ്റെ പേരിന് കാരണം വിശുദ്ധ ഗീവർഗീസിൻ്റെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും വിശുദ്ധ അലോഷ്യത്തിൻ്റെയും ചെറുപുഷ്പത്തിൻ്റെയും മധ്യസ്ഥയിൽ ഈ പ്രാർത്ഥന അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥന. അപ്പം ഇത്രയും ചെല്ലും എല്ലാ ദിവസവും. അതിങ്ങനെ ചൊല്ലി അങ്ങനെയാണ് ഞാൻ പിന്നോട്ട് ഈ ദൈവവിളിയെ പറ്റിയുള്ള ചിന്ത വരുന്നത്. ചില സമയത്ത് പുള്ളിയുടെ ഒരു മകനെ ആ പള്ളിമുറ്റത്ത് അടക്കിയിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. ആ മകൻ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അന്നേരം എനിക്ക് പണത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ദൂരെ സ്കൂളുകളിലൊന്നും വിട്ട് ഞാൻ പഠിപ്പിച്ചില്ല. പിന്നെ പുള്ളി പെട്ടെന്ന് മരിച്ചു. 22 വയസ്സുള്ളപ്പം പെട്ടെന്നൊരു പനി വന്ന് പുള്ളി മരിച്ചു പോയി. ആ പുള്ളിയുടെ പിന്നെ അടക്കിയിരിക്കുന്ന ആ പള്ളിമുറ്റത്തുള്ള അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വെറും മണ്ണിലാണ് അടക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ അവിടെ പോയി നിന്ന് പുള്ളി ചിലപ്പം പ്രാർത്ഥിക്കും. ആദ്യം എൻ്റെ ഒരു മകൻ ഇവിടെ മരിച്ചടക്കപ്പെട്ടു, എൻ്റെ വല്യപ്പൻ്റെ അനിയന്. അപ്പം ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു, നീ കേട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ പുള്ളി ചെറുപ്പം മുതലേ പുള്ളിക്കൊരു ലക്ഷ്യമുണ്ട്.
നീ എന്നിട്ട് അച്ഛനാകൂടാന്ന് ചിലപ്പോൾ എന്നോട് ചോദിക്കും. ദൈവവിളി ഒരു വലിയ ദൈവിക രഹസ്യമാണ്. തൻ്റെ രാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായി അഭിഷേകം ചെയ്യപ്പെടുന്ന ആത്മാക്കളെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അവരുടെ കൂടി സഹകരണത്തോടെയാണ്. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയും അഭിലാഷവും ദൈവസന്നിധിയിൽ ഏറെ വിലമതിക്കപ്പെടുന്നുവെന്ന് ഈ കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവിളിയുടെ മാഹാത്മ്യത്തെയും അതിനായുള്ള പ്രാർത്ഥനയുടെ ആവശ്യകതയെയും ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ആലിങ്കലച്ചൻ്റെ ജീവിതത്തിൽ മുതിർന്ന കുടുംബാംഗങ്ങൾ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല എന്നു മാത്രമല്ല, ആ ജീവിതത്തിൽ അത് നിർണായകമായും മാറി. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളെയും പ്രാർത്ഥനാ ജീവിതത്തെയും ജീവിത കാഴ്ചപ്പാടുകളെയും എല്ലാം സ്വാധീനിച്ച ബാല്യത്തിലെ കുടുംബാന്തരീക്ഷം ആ വ്യക്തിത്വത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി മാറി. കേരളത്തിൽ തന്നെ ഏറ്റവും വിപുലമായ കുരിശിൻ്റെ ശേഖരണം സ്വന്തമായുള്ള ആളാണ് ബഹുമാനപ്പെട്ട ആലിങ്കലച്ചൻ. അത്തരമൊരു അപൂർവ ശീലത്തിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ വലിയ മുത്തച്ഛൻ്റെ കുരിശിനോടുള്ള അളവറ്റ ഭക്തിയാണ് കാരണമായത്. അദ്ദേഹത്തിന് കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചുണ്ടായിരുന്ന തിരിച്ചറിവുകൾ വിസ്മയനീയമായിരുന്നു. അപ്പോൾ 1958 പെട്ടെന്ന് ഈ വലിയപ്പൻ മരിക്കുന്ന പെട്ടെന്നല്ല 2-3 ദിവസം രോഗിയായിട്ട് കിടന്നു. അപ്പോൾ ഈ കഴുത്തെ കുരിശുരൂപം ഇട്ടുകൊണ്ടാണ് പുള്ളി നടക്കുന്നത്. ആ കുരിശുരൂപം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ കുരിശിൻ്റെ എക്സിബിഷന് ശാലോമിൽ ആ കുരിശിനെ കാണിച്ചൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ കുരിശുരൂപത്തെ പുള്ളി ചുംബിക്കും ചുമ്മാ നടക്കുമ്പോൾ. പറമ്പിൽ കൂടെ കപ്പലണ്ടി പെറുക്കാൻ പോകുമ്പോൾ, തേങ്ങ ഇടുമ്പോൾ, തേങ്ങ പെറുക്കിക്കാൻ പോകുമ്പോഴെല്ലാം പുള്ളി കൂടെ പെറുക്കുകയും ഈ കുരിശിനെ ചുംബിക്കും. അപ്പോൾ ഞാൻ ചെയ്യും, എന്തിനാണ് കുരിശിനെ ചുംബിക്കുന്നത്? ഇത് ചുംബിച്ചുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. ഈശോ എന്ന് പറയും മരിക്കും, ഈശോ പറയസേപ്പ് ചൊല്ലി മരിക്കണം. അതിനാണ് ഞാൻ ഈ കുരിശുരൂപത്തെ ചുംബിക്കുന്നത്. അത് തന്നെയല്ല, ഞങ്ങൾക്കൊക്കെ പനി വരുമ്പോൾ പൂതി ഉണർത്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അരച്ചിട്ട് നെറ്റിയെ തേച്ച് പുള്ളി കുരിശ് വരയ്ക്കും. ഈ കുരിശ് വെച്ച് തന്നെ നെറ്റിയെ കുരിശ് വരയ്ക്കും. ആ മോൻ്റെ പനിയൊക്കെ ചടയെന്ന് പൊക്കോളും, അതിനുള്ള ഒരു സൂത്രവാദം എന്ന് പറയും. അന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പം പുള്ളിക്ക് ഈ കന്നുകാലിക്ക് അസുഖം വന്നു കഴിഞ്ഞാലും പുള്ളിയെ കന്നുകാലിൻ്റെ നെറ്റിയെ കൊണ്ട് ഈ കുരിശ് വെച്ചിട്ട് ദഹനക്കേടിനൊക്കെ, എന്നിട്ട് പറയും ഇച്ചിരി കുരുത്തോലയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി, പശു കുറുപ്പം, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശിൻ്റെ ശക്തി പുള്ളി എങ്ങനെയാണ് മനസ്സിലായി? ഇതാ ചെല്ലുന്നത്. പുള്ളിക്ക് 1920 റോമിൽ നിന്ന് അന്ന് വന്ന ഒരു അച്ഛൻ കൊടുത്ത കുരിശാണ് അത്. ഇപ്പോഴും അതാ ഇരിക്കും, നല്ല കുരിശ് റോമിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ കുരിശിൻ്റെ മഹാത്മ്യം അങ്ങനെ എനിക്ക് ഒത്തിരി വളരെയധികം താല്പര്യം തോന്നി കുരിശ്. അതിൻ്റെ 4 ദിവസം മുമ്പ് ആ 2 മൈൽ അകലെയുള്ള കുരിശുപള്ളിയിലായിരുന്നു കുർബാന. കുന്നത്ത് ലൂക്കാസിൻ്റെ അച്ഛൻ എൻ്റെ വികാരിയച്ഛനായിരുന്നു അന്ന്. അപ്പോൾ ആ 2 കിലോമീറ്റർ നടന്നു പോയി പുള്ളി ആ കുരിശുപള്ളിയിൽ പോയി 98-ാമത്തെ വയസ്സിൽ പുള്ളി കുർബാന കണ്ടതാണ്. എന്നിട്ട് തിരിച്ചു വന്ന് പനിയായിട്ട് കിടന്നു. ഞാൻ പനിയായി കിടന്ന വല്യച്ഛനോട് പറഞ്ഞു, എടാ ഞാൻ ഇനി ജീവിക്കുകയല്ല, ഞാൻ പോകാനായിട്ടാണ്, എനിക്ക് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഉപ്രശ്വ വേണമെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ടുവന്ന് വെളുപ്പിനെ ഉപ്രശ്വ കൊടുത്തു. അങ്ങനെ വൈകിട്ട് 4 മണി 8:30 ആയപ്പോൾ അന്നത്തെ കുന്നത്ത് ലൂക്കാച്ചൻ പള്ളി വികാരിയച്ഛൻ ഇങ്ങനെ ഇച്ചിരി കൂടുതലാണെന്ന് കേട്ടുകൊണ്ട് ഓടി വന്നു. അപ്പം വീട്ടിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് കൂടുന്ന ഈശോറിയൊക്കെ ചെല്ലുന്നുണ്ട്. ഈ അച്ഛൻ വന്ന് തലക്കിലോട്ട് ഇരുന്നേച്ച് ചോദിച്ചു, കുറേ നേരം ഇരുന്നേച്ച് ചോദിച്ചു, അപ്പം പണിക്കാർക്ക് കൂലി കൊടുക്കാറായി, പള്ളിപ്പണി നടക്കുന്ന കാലഘട്ടമാണ്, അപ്പോൾ ഞാൻ പള്ളിയിലോട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തലകൊണ്ട് കുലുക്കി വെച്ച് ഈ കുരിശുരൂപം പുള്ളി വലത്തെ കയ്യിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്തങ്ങ് പിടിച്ചു. ആ തല കുലുക്കി അച്ഛൻ പുറത്തോട്ടിറങ്ങുകയും പുള്ളിയുടെ കണ്ടമാനം അങ്ങോട്ട് തുറന്ന് വായും കൂടെ പൊളിച്ച് 3 പ്രാവശ്യം പുള്ളി വെച്ച് ഈ കുരിശുരൂപം അന്നേരം കയ്യിലിരിപ്പുണ്ട്. ആ കുരിശുരൂപം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് താഴോട്ട് നെഞ്ചലോട്ട് വീഴുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി പറഞ്ഞ അതേപോലെ നടന്നു. യാഥാർത്ഥ്യം അതാണ്. അപ്പം അതുപോലെ നടന്നു. അപ്പം കുരിശ് രൂപത്തിൽ നമ്മൾ ശരണം ഗമിച്ചാൽ നെറ്റിയെ കുരിശ് വരയ്ക്കുന്ന പുള്ളി പറയും ചുമ്മാ വരയ്ക്കുന്നില്ല, ബോധം തെളിയാനാണ് നെറ്റിയെ കുരിശ് വരയ്ക്കുന്നത്. ചുണ്ടേ കുരിശ് വരും ചുമ്മാ പറയുന്നില്ല, നമ്മൾ കണ്ടതെല്ലാം പറയാതിരിക്കാനാണ് നമുക്ക്. അതുപോലെ ചങ്കയെ കുരിശ് വരയ്ക്കുന്ന പുള്ളി പറയും ചുമ്മാ നമ്മുടെ ഹൃദയത്തിൽ തമ്പുരാൻ ഇഷ്ടപ്പെട്ട് മാത്രം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വായിക്കും പുത്രനും വെക്കുമ്പം പറയും ശരീരം മുഴുവൻ തമ്പുരാൻ്റെ അനുഗ്രഹം ത്രിത്വത്തിന് കൊടുക്കുകയാണെന്നൊക്കെ പുള്ളി പറയും. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പം
അന്നേരം പറഞ്ഞപ്പോൾ ഈ പലതവണ പറഞ്ഞുകൊണ്ട് ഇത് ഓർത്തിരിക്കുന്നത്. വാവായിക്കും പുത്രനും ചുമ്മാ വെക്കുന്നതല്ല, വാവായിക്കും പുത്രൻ റുഹാൽഖുദ്ദൂസ് ത്രിത്വമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞതൊന്നും നമ്മുടെ ഓർമ്മയിൽ പോയില്ല. അപ്പം പുള്ളി ഭാഗ്യപ്പെട്ട മരണം മരിച്ചു. ഈ തമ്പുരാൻ്റെ പരിപാലന എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ ഉപേക്ഷിക്കുകയല്ലെന്നുള്ളത് തെളിയിക്കുകയല്ലേ. ആ ഒരു തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ദൈവവിളിക്ക് വേണ്ടി എന്നിട്ട് ഞാനന്ന് മരണസമയത്ത് 9 മണിക്ക് ഞാൻ അടുത്ത് ചെന്നപ്പം എൻ്റെ ഈ 2 കരങ്ങൾ കൂട്ടി എൻ്റെ തലയെ കെട്ടിപ്പിടിച്ചിട്ട് ഈ അപ്പൻ എന്നാണ് ഞാൻ മുത്തപ്പനെ വിളിക്കുന്ന അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാലും മറന്നേക്കരുത്. പ്രാർത്ഥനാ നിർഭരവും ആത്മീയ സമ്പുഷ്ടവുമായ കുടുംബ സാഹചര്യം രൂപം നൽകിയ ഒരഭിഷിക്തൻ. അദ്ദേഹത്തിന് ഇന്ന് സ്വന്തമായുള്ള ഉറച്ച ആത്മീയ ബോധ്യങ്ങളും തികഞ്ഞ പ്രാർത്ഥനാ ജീവിതവും ആ പാരമ്പര്യത്തിൽ നിന്നും പകർന്നു കിട്ടിയതാണ്. പുറമേ വർണ്ണാഭമെങ്കിലും പലപ്പോഴും ഉള്ളുപൊള്ളയായി പോകുന്ന ഇന്നത്തെ കുടുംബങ്ങൾക്ക് മുന്നിൽ ജ്വലിക്കുന്ന ഒരു ദീപശിഖയാണ് ഈ കുടുംബം. വിശ്വാസ ജീവിതത്തിലും ആത്മീയ ബോധ്യങ്ങളിലും ശരിയായ മാതൃകയും പാഠങ്ങളും നൽകി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ വേറൊരു അപ്പാപ്പനെ പുള്ളി ജീവിച്ചിരുന്നപ്പോൾ എന്നെ ഒരു ശവാടകനുണ്ട്, ആദ്യത്തെ ഒരു ശവാടക. അന്ന് ഞാൻ കൊച്ചാ. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു അടുകാണി സാറിൻ്റെ അപ്പം മരിച്ചു. ഈ അടക്കന് ഞങ്ങൾ 1.5 മൈൽ ദൂരെയുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ പുള്ളി എന്നെ ഒരു കുടക്കീഴെ കൊണ്ടുപോകുക. ഭയങ്കര കാറ്റും മഴ, ഒരു തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ മേല. 1 മൈൽ കഴിഞ്ഞപ്പോഴത്തേനും 1.5 മൈലോളം ഉണ്ട്. അപ്പം ഈ ഉടനെ എന്നോട് എൻ്റെ മോനെ നിന്നെ എനിക്ക് എടുക്കണമെന്നാണ്, എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇത്രയും പ്രായമുള്ള ഞാനെങ്ങനെ നിന്നെ എടുക്കുന്നത്? അന്നും എനിക്ക് ഇച്ചിരി തടിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി എടുത്താൽ പുള്ളിയുടെ മടിയിൽ തോളയിൽ നമുക്ക് എന്നെ പറ്റുകയില്ല. ഞാൻ ആ ഒരു സൈസാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ നിൽക്കാം, എന്നിട്ട് നീ ഒരു കാര്യം നോക്കിക്കോണം, ഞാൻ മരിക്കുമ്പോൾ മഴക്കാലത്താണേലും മകനെ തെളിവാണെന്നിട്ട് നീ ഓർത്തോണം എൻ്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടെന്ന്. ഇപ്പോഴത്തേന് ഈ മഴ നനഞ്ഞ് ഈ സംസ്കാരത്തിന് ആൾക്കാർ ഈ മഴ മുഴുവൻ പേര് നനഞ്ഞ് ശവപ്പെട്ടി നനഞ്ഞ് ഇങ്ങനെ വരിക. ആ കൂട്ടത്തിൽ വന്ന് ശവാടം കഴിഞ്ഞു. ഈ പുള്ളി മരിക്കുന്നത് നല്ല മഴയുടെ ദിവസമാണ്. മിഥുനമാസം അനുസരിച്ച് ജൂൺ 23 ഒരു തിങ്കളാഴ്ചയാണ്, 58 ജൂൺ 20 തിങ്കളാഴ്ച ഭയങ്കര മഴയാണ്. പുള്ളി രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴെല്ലാം വീടിൻ്റെ ചുറ്റും ഭയങ്കര മഴ നടക്കുക. അപ്പോൾ ഒരു 8 മണി ആയപ്പോഴത്തേന് പുള്ളി മരിച്ചു. ഒരു അരമണിക്കൂർ എന്തിലാവും തെളിഞ്ഞു, മഴയും മാറി. പിറ്റേ ദിവസം അത് മിഥുനമാസം നല്ല മഴയുടെ സമയം. പുള്ളി പിറ്റേ ദിവസം 4 മണിക്ക് ഒരു 10 മണിക്ക് റാസയൊക്കെ പള്ളി ചെല്ലിച്ച് സുറിയാനി റാസ. അത് ഈ 4 മണിക്ക് 2 അച്ഛന്മാർ വന്ന് സുറിയാനി ക്രമത്തിൽ തന്നെ പാട്ടെല്ലാം പാടി പള്ളി കൊണ്ടേ അടക്കി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മഴ. തലേദിവസം വൈകിട്ടത്തെ പോലെ തന്നെ പകൽ മുഴുവൻ തെളിഞ്ഞു വന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പം ഈ തമ്പുരാൻ്റെ പരിപാലന എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ ഉപേക്ഷിക്കുകയല്ലെന്നുള്ളത് തെളിയിക്കുകയല്ലേ. കുടുംബ പശ്ചാത്തലം സമ്മാനിച്ച ഉറച്ച വിശ്വാസവീഥിയിലൂടെ ആത്മവിശ്വാസത്തോടെ പ്രയാണം തുടരുന്ന ഈ ശുശ്രൂഷകന്റെ വിസ്മയകരമായ ജീവിതകഥ തുടരുന്നു. ജീവിതങ്ങളിൽ ശരിയായ ബോധ്യങ്ങൾ പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഈ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ചില ഉപദേശം തരും. ഞാൻ അച്ഛനാകുന്നപ്പോൾ പറയും, അതായത് എളുപ്പമുള്ള കാര്യമല്ല, നല്ലതാണ്, പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ളതാക്കണമെന്നൊരു നമുക്ക് നല്ല തീരുമാനങ്ങൾ വേണം, തീരുമാനമില്ലാതെ പോകരുത്. ഈ ചെറുപ്പത്തിൽ അച്ഛനാകണമെന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് മീശയും കിളുത്തിട്ടില്ല, പക്വതയായിട്ടില്ല, അതുകൊണ്ട് മീശ കിളുക്കാതെ ഇതിനെപ്പറ്റി പോകുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട, അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയും നമ്മളെ ദൈവം എങ്ങോട്ടോ നയിക്കുന്നുണ്ട്. കൈ പിടിച്ച് കോളേജിലെ ഹോസ്റ്റലിലെ തല്ലിപ്പൊളി പരിപാടികൾക്കിടയിൽ മോഡൽ സ്പീക്കിംഗ് നടക്കുന്നുണ്ട്. അവിടെ എന്തെല്ലാം വൃത്തികെട്ട പരിപാടികൾ, സംസാരങ്ങൾ, വൃത്തികെട്ട പുസ്തകങ്ങളുടെ പ്രചരണങ്ങൾ, അതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഒരു പാടുമ്പോഴേ പറയും ഈശോമിശിഹായ്ക്ക് സ്തുതി, അച്ഛൻ കുഞ്ഞ് വരുന്നുണ്ടോ എന്ന് പറയും. എല്ലാ അവന്മാരും ഇതേ പറയുള്ളൂ, അവിടെ അച്ഛൻ കുഞ്ഞ് വരുന്നുണ്ടോ, അതുകൊണ്ട് നമുക്ക് സ്തുതിയില്ലേ കാണുമ്പോൾ. അവന്മാർ എന്നെ സ്തുതിയും ചൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു.